ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. IT എക്സാം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് IT എക്സാമിനെ കുറിച്ചിട്ടും അതിന് മാർക്ക് ഇടുന്നതിനെ കുറിച്ചിട്ടൊക്കെ. അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇതിനോടൊപ്പം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റുമുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികൾ ചോദിച്ചിട്ടുള്ള മറ്റ് ചില സംശയങ്ങളുടെ മറുപടിയാണ്. അതിലൊന്ന് IT K+ എത്തണമെങ്കിൽ എത്ര മാർക്ക് കിട്ടണം, അതേപോലെ ITക്ക് ഈ ഗ്രേസ് മാർക്കും CE മാർക്കും ഒക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത്, ഇതിൻ്റെയൊക്കെ മറുപടിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഒരു SSLC വിദ്യാർത്ഥിയാണ് എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം നിങ്ങൾക്ക് യൂസ്ഫുള്ളായ ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ ഈ പരീക്ഷക്കാലത്ത് വന്നുകൊണ്ടേയിരിക്കും. പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കാം. ITയിൽ CE മാർക്ക് കൊടുക്കുന്നത് എങ്ങനെയെന്നാണ് ആദ്യത്തെ സംശയം. ITയിൽ CE മാർക്ക് കൊടുക്കുന്നത് മറ്റെല്ലാ സബ്ജക്റ്റുകൾക്കും എങ്ങനെയാണോ കൊടുക്കുന്നത് അതേപോലെ തന്നെയാണ്. ITയിൽ 10 മാർക്കാണ് CE ഉള്ളത്. 10 മാർക്ക് തിയറി പാർട്ടിനും 30 മാർക്ക് പ്രാക്ടിക്കലിനും. ഈ 30 മാർക്ക് പ്രാക്ടിക്കലിനും 28 നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യുന്നതിനും 2 റെക്കോർഡ് ബുക്കിനുമാണ്. അങ്ങനെ 30 മാർക്ക്. പിന്നെ ഒരു 10 മാർക്ക് CEക്കുമാണ്. ആ CE മാർക്ക് ഇതിനോടകം തന്നെ എൻട്രി നടത്തപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ആ CE മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഫുള്ള് തന്നെ കിട്ടിയിട്ടുണ്ടാകും. നിങ്ങളുടെ ടീച്ചേഴ്സ് ഫുൾ മാർക്ക് തന്നെ, നിങ്ങൾ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സാണ് ഉദ്ദേശിക്കുന്നത്, അത് ഫുൾ മാർക്ക് തന്നെ ഉണ്ടാകുമെന്ന് കരുതുക. 2 ഗ്രേസ് മാർക്കാണ്. ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഗ്രേസ് മാർക്കിനെ കുറിച്ച് ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഗ്രേസ് മാർക്കിന് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു റൂളല്ല ഉള്ളത്. ഓരോ വർഷവും ഗ്രേസ് മാർക്ക് എങ്ങനെ നൽകണം എന്നതിനെ സംബന്ധിച്ച് ഒരു ഓർഡർ ഇറങ്ങും, ഒരു സർക്കുലർ പുറത്തിറങ്ങും. അത് വന്ന ശേഷം മാത്രമാണ് ഈ വർഷത്തെ ഗ്രേസ് മാർക്ക് എങ്ങനെയായിരിക്കുമെന്ന് പറയാൻ കഴിയുക. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ IT ഗ്രേസ് മാർക്ക് എങ്ങനെയായിരുന്നു എന്നാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പല വർഷങ്ങളിലും ഉണ്ടായിരുന്നൊരു നിയമം, ITക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കും, പക്ഷേ ഏറ്റവും അവസാനത്തെ പ്രയോറിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റുകൾക്കും ഗ്രേസ് മാർക്ക് കൊടുത്ത ശേഷം, എല്ലാ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക് ചിലപ്പോൾ എല്ലാ വിഷയത്തിനും ഗ്രേസ് മാർക്ക് വേണ്ടി വരില്ല. ആ കുട്ടിക്ക് ഒരു 3-4 സബ്ജക്റ്റിന് മാർക്ക് കുറഞ്ഞിട്ട് ഗ്രേസ് മാർക്ക് ആവശ്യമായി വരുമെങ്കിൽ അതിനൊക്കെ കൊടുത്ത ശേഷം പിന്നീടും മാർക്ക് ബാക്കിയുണ്ടെങ്കിൽ, കാരണം ഒരു കുട്ടിക്ക് ഒരു 20 മാർക്കുണ്ട്, അതിലൊരു 16 മാർക്ക് പല സബ്ജക്റ്റുകൾ കൊടുത്തുപോയി, പിന്നെ ഒരു 4 മാർക്ക് ഉണ്ടെങ്കിൽ ആ 4 മാർക്ക് ഏറ്റവും അവസാനം ബാക്കിയുള്ളതാണ് ITക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു മുൻപ് ചില വർഷങ്ങളിൽ എടുത്തിരുന്ന ഒരു നിയമം, ഒരു രീതി. അത് ഈ വർഷം അങ്ങനെയാണോ, ഇനി IT ഗ്രേസ് മാർക്ക് ഒഴിവാക്കുമോ, അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റുകൾ കൊടുക്കുന്ന പോലെ അതേപോലെ തന്നെ കൊടുക്കുമോ എന്നുള്ളതെല്ലാം ഇനി വർഷത്തെ ഓർഡർ വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. നമുക്ക് കാത്തിരിക്കാം. അധികം വൈകാതെ ആ ഓർഡർ പുറത്തിറങ്ങും. മൂന്നാമതായിട്ട് ITയിൽ A+ കിട്ടാൻ എത്ര മാർക്ക് വേണം എന്നുള്ളതാണ് ചോദ്യം. അതും മറ്റ് സബ്ജക്റ്റുകൾ പോലെ തന്നെയാണ്. ITയിൽ 50 മാർക്കിനാണ് IT ടോട്ടൽ. ഞാൻ നേരത്തെ പറഞ്ഞു 10 തിയറി, 30 പ്രാക്ടിക്കൽ, 10 CE, അങ്ങനെ ടോട്ടൽ 50. ആ 50 45 മാർക്ക് നിങ്ങൾക്ക് വേണം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ CE മാർക്ക് 10 നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇപ്പം പ്രാക്ടിക്കലും തിയറിക്കും കൂടി 35 കിട്ടിയാൽ മതി. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, നമുക്കറിയാം മറ്റ് റിട്ടേൺ എക്സാമിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 33 34 ആണെങ്കിൽ ചിലപ്പോൾ അതൊക്കെ ഒന്ന് മാർക്ക് കൂട്ടിയിട്ട് ചിലപ്പോൾ 35 ആക്കി തരും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ചില ടീച്ചേഴ്സൊക്കെ ഒരു A+ ആക്കാൻ വേണ്ടി ചിലപ്പോൾ അവിടെ എവിടെയും ഒക്കെ അരമാർക്കോ ഒരു മാർക്കോ നൽകിയേക്കാൻ നോക്കി കേട്ടിട്ടുണ്ട്. എന്നാൽ ITയിൽ അത് ഉണ്ടാവില്ല. ITയിൽ പിന്നെ തിയറിക്കായാലും പ്രാക്ടിക്കലിനായാലും കിട്ടിയ മാർക്ക് എന്താണോ അത് കമ്പ്യൂട്ടർ റെക്കോർഡ് ചെയ്ത് വരാൻ അത് ആ മാർക്കാണ്. അതായത് 34 നിങ്ങൾക്കുള്ളൂ എങ്കിൽ 10 CE മാർക്ക് ചേർത്താൽ 44 ആവുകയുള്ളൂ, നിങ്ങൾക്ക് A+ ആവില്ല. അതായത് 35 നിങ്ങൾ എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് A+ ഉണ്ടാകൂ എന്ന് മനസ്സിലാക്കുക. അതാണ് അതിൻ്റെ രീതി, അതാണ് അതിൻ്റെ സിസ്റ്റം. 35 മാർക്ക് പ്രാക്ടിക്കലിനും തിയറിക്കും കൂടി കിട്ടണം, 10 CE മാർക്കും കിട്ടണം. അങ്ങനെ 45 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് A+ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ രീതി. വീണ്ടും കാണാം. താങ്ക് യു.